ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നല്ല സണ്ണി ഡേ ആണ്, വെതറൊക്കെ നൈസ് ആണ്. അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് പരിപാടിക്ക് പോവുകയാണ്. നമ്മൾ ഇന്ന് എങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോണേ? സോ നമ്മുടെ വീട്ടിൽ നമുക്കൊരു 2.5 hour ജേർണി ഉള്ളൊരു ചെറിയൊരു മിനി ബീച്ചാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്കാണ് നമ്മുടെ ചെറിയ യാത്ര. അപ്പൊ നമുക്ക് എന്താണ് ഇന്നത്തെ നമ്മുടെ യാത്രയും കാര്യങ്ങളും ഈ ബ്യൂട്ടിഫുൾ പ്ലേസ് ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, അറ്റ്ലാസ്റ്റ് നമ്മള് ഡേർട്ട് ഫ്ലോർ എത്തിയേക്ക് കേട്ടോ. സോ വെതർ ഒന്നും കുഴപ്പമില്ല, പക്ഷേ ചെറിയൊരു പൊടിക്കാറ്റുണ്ട്, തണുപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല അല്ലേ. വെതർ അത്ര വലിയ മരം വെച്ചൊരു തണുപ്പ്, ആ ഒരു സെറ്റപ്പ് അല്ലേ. കൊള്ളാം. ഇനി ഡേർട്ട് ഫ്ലോർ പറയുമ്പോൾ നമുക്കിത് നമ്മളൊരു ഹില്ലി പോലുള്ള ഏരിയയിലാണ് നിൽക്കുന്നത്. ഒക്കെ പറഞ്ഞു ഹിൽ പോലൊരു ഏരിയയിൽ ടോപ്പിലോട്ട് നിൽക്കണം. ഇവിടുന്ന് താഴോട്ട് വേണം നമുക്ക് അതൊക്കെ നടക്കാൻ തുടങ്ങാം. സോ നമ്മൾ ഡേർട്ടിൽ ഡോറിൻ്റെ ഈ മെയിൻ അട്രാക്ഷനിലോട്ടുള്ള നടപ്പ് അങ്ങ് തുടങ്ങിയേക്കുക കേട്ടോ. ഇതാണ് വലിയൊരു വാക്ക് വേ ആട്ടോ. ഏകദേശം ഒരു 1 മൈലൊക്കെ ഉണ്ടാവും ഈ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കുത്തനെയുള്ളൊരു ഇറക്കമാണ്. സോ അറ്റ് ലാസ്റ്റ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പ്ലേസിലോട്ട് നമ്മൾ വന്നേക്കാം. ഈ ആർച്ചിൻ്റെ ഡേർട്ടിൽ ഡോറിൻ്റെ മെയിൻ അട്രാക്ഷൻ ആട്ടോ. UK വന്നിട്ട് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവരായിരിക്കും മിക്കവരും. ഡേർട്ടിൽ ഡോർ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയുന്നവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളതായിരിക്കും ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനും ഈ ബീച്ചിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും. എനിവേ നമ്മുടെ ഈ തിരക്കുള്ള ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറച്ച് പീസ്ഫുള്ളായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി നല്ല വൈബുള്ളൊരു ബീച്ചാട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് ഓണറാണ് ഈ ബീച്ച് എടുത്തിരിക്കുന്നത്. സോ നമുക്കിത് ഫ്രീ എൻട്രി, ആകപ്പാട് പാർക്കിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ. സോ നല്ല വൈബാണ്. അപ്പോൾ നമ്മൾ താഴത്തെ എക്സ്പ്ലോറിങ് പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കയറുകയായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ജെബി? ഇതിപ്പം മെയിൻ സ്പോട്ട് ഉണ്ട്, ആ ഒരു ആർച്ച് പോലുള്ളത്. അങ്ങോട്ടേക്കുള്ളത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം നമ്മൾ ഇപ്പുറത്തെ കാണുന്ന വഴി കൂടി ആട്ടോ പോയത്. ജസ്റ്റ് നിന്നു, കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. തണുപ്പ്, നല്ല തണുപ്പാട്ടോ, അപാര തണുപ്പ്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് കയറുക കേട്ടോ. ഇറങ്ങുമ്പോൾ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. തിരിച്ച് കയറ്റം ഇപ്പോൾ പറ്റുന്നില്ല, ശ്വാസം മുട്ടാണ്. അതെ, ജസ്റ്റ് ഞങ്ങൾ വന്നപ്പോൾ അധികം തിരക്കും ഉണ്ടായില്ല, ആടും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഒരു 4 മണി നേരമൊക്കെ ആവാറായി. നല്ല വെതറും നല്ല വെട്ടം വെളിച്ചമൊക്കെ ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം ആളൊക്കെ വരുന്നുണ്ട്. മുകളിലെത്തിയിട്ട് വേണം നമുക്ക് കുറച്ച് വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഹലോ എവരിവൺ, അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എക്സാക്ട്ലി നമ്മളിതെല്ലാം കഴിഞ്ഞ് സെറ്റായി തിരിച്ച് വണ്ടി കയറിയേക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ കണ്ട പോലെ നല്ല അടിപൊളി വൈബായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ആക്ച്വലി ഇത് സീസൺ അല്ല, സീസൺ ആയിക്കാൻ ഇവിടെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് മാർച്ച് സ്റ്റാർട്ടിങ് അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അധികം സീസൺ അല്ലാത്ത കാരണം തിരക്കൊന്നുമില്ല, കാമൻ ക്വയറ്റായിട്ട് ഇരിക്കണേ. നമ്മൾ താഴെ ചെന്നു, ജസ്റ്റ് ഒന്ന് റൗണ്ടപ്പ് ഒക്കെ ചെയ്തു, കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തു. സംഭവം കളറായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഒരു 30 minutes വാക്ക്. നമ്മൾ അങ്ങോട്ടേക്ക് പോയി, പിന്നെ ഇങ്ങോട്ടേക്കും ജസ്റ്റ് അറൗണ്ട് 1 hour. അങ്ങനെ നമ്മൾ തിരിച്ചിപ്പോൾ കയറി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇപ്പോൾ അധികം ഷോപ്സ് ഒന്നും ഇല്ല കേട്ടോ. യൂഷ്വലി ഇവിടെ സീസണൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഷോപ്സ് ഒക്കെ ഉണ്ടാവും. ഒരു ഐസ്ക്രീം ഷോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു കട മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ പോയിട്ട് ഒരു ടീയും ഒരു ഡയറ്റ് കോക്കൊക്കെ വാങ്ങിച്ചേ. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് കയറി നമ്മളിപ്പോൾ റിട്ടേൺ പോകാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകുമ്പോൾ ഇവിടുന്ന് ഒരു 2.5 hour ജേണി ഉണ്ട്. സോ അടിപൊളി സ്ഥലം കേട്ടോ. നിങ്ങളെല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. ഇതൊരു കുഞ്ഞു വ്ളോഗാണ്, ബട്ട് ഗൈസ് കാണുക, അടിപൊളിയാണ്. ഇവിടെ ഡേർട്ടിൽ ഡോർ വരിക, എൻജോയ് ചെയ്യാൻ പറ്റിയ നമുക്ക് ജസ്റ്റ് ഒരു ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു 1 day ട്രിപ്പായിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു നൈസ് സ്ഥലമാണ് ഗൈസ്. അപ്പോൾ എൻജോയ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. ബൈ.